Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മൾ ഇന്നലെ തയ്യാർ ചെയ്ത നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് പരിശോധിക്കാം. ഇന്നലെ 26,184 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഒരു 64 പോയിന്റ് പ്ലസോടുകൂടി 26,248 എന്ന ലെവലിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഞാൻ കൃത്യമായിട്ടും ഈ ചാർട്ടിലെ ക്ലോസിംഗ് പ്രകാരമാണ് ഇത്തരത്തിൽ പറയുന്നത്. ഇന്ന് ആകെ ലഭിച്ച മൂവ്മെന്റ് ഒരു 125 പോയിന്റ് മാത്രമാണ് ഓൾമോസ്റ്റ്. അപ്പോൾ ഇത് എങ്ങനെ ആണ് ട്രേഡ് ചെയ്യാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഏരിയയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടായാൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ നമുക്ക് ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാമെന്ന്. എന്നാൽ ഇത് മൊബൈലിൽ കാണുന്നവർക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റ് പറയണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് എല്ലാ പോയിന്റുകളും ഇങ്ങനെ പറഞ്ഞ് കൃത്യമായി പോകുമ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നു എന്ന ഒരു ആക്ഷേപവും വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പറയാൻ പറ്റാതെ പോകുന്നത്. കൂടുതൽ ലെങ്തി ആവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത്. എങ്കിലും പറയുന്നു, 26,167 എന്ന് പറയുന്ന ഈ ലെവൽ ക്ലോസ് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാമെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകി ആദ്യമേ തന്നെ പതിവ് പോലെ ഇന്നത്തെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിലോട്ട് കിടക്കാതിരുന്നുകൊണ്ട് അവിടെ തന്നെ ഒരു സെല്ലിംഗ് ആണ് ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ ഏരിയയിൽ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ ഒരു ബൈങ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഒന്നുകിൽ ഡേയ്സിലോ അതല്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ചിരുന്ന ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാമായിരുന്നു. ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാമായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ തുടർന്ന് പ്രൈസ് അപ്വേർഡ് തന്നെ സഞ്ചരിക്കുകയാണ് ചെയ്തത്. ഈ ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്താൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ടാർഗറ്റ് ലെവൽ എന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ഇവിടെ 26,280 എന്ന ലെവലിൽ ഒരു ലെവൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ അത് ടെസ്റ്റ് ചെയ്തില്ല. ഇവിടെ നിന്നും ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്ത ഒരാൾക്കും ഒരു അപ്പ് മൂവ് കാണിച്ചതിന് ശേഷം വീണ്ടും കിട്ടിയ ഡിക്ലൈനും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പുതിയ ഉയരം തരാതെ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്യാതെ അവിടുന്ന് ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ചെറിയ ടൈം ഫ്രെയിമിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഇത് കൃത്യമായും തിരിച്ചറിയാൻ കഴിഞ്ഞ ഏതൊരാൾക്കും ഇവിടെ നിന്നും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ കഴിയുന്നതായിരുന്നു. പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റ് ഡേയ്സ് ലോ ആണ് ആദ്യമേ പ്രതീക്ഷിക്കേണ്ടത്. അത് ബ്രേക്ക് ആയാൽ മാത്രമാണ് ഡൗൺ സൈഡിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. എന്നാൽ അത് ജസ്റ്റ് ആ ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു അപ്വേർഡ് കാണിച്ചു. എന്നാൽ അതും 26,251 എന്ന കഴിഞ്ഞ ദിവസത്തെ ലെവൽ അതിന് മുകളിലോട്ട് ക്ലോസ് ചെയ്യാതെ വീണ്ടും സെല്ലിംഗ് ആണ് വന്നത്. അപ്പോൾ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്തു. ഞാൻ സൂചിപ്പിച്ചിരുന്ന ലെവലും ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്നും കൃത്യമായും ആ ലെവലിൻ്റെയും ഒരു സ്ട്രെങ്ത് അവിടെ നിന്നും കൃത്യമായ റിവേഴ്സൽ തന്നു. എന്നാൽ വീണ്ടും പുതിയ ഉയരം തരാൻ കഴിയാതെ പ്രൈസ് വീണ്ടും ഡിക്ലൈനായി പിന്നെയും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യുകയായിരുന്നു. ഇന്ന് നിഫ്റ്റി വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്തത്. എന്നാൽ വളരെ അധികം ട്രേഡബിൾ ആയ ലെവലുകളുമായിരുന്നു. എന്നാൽ ഇന്ന് എന്തോ നമ്മുടെ ട്രേഡിംഗ് ടെർമിനലുകൾക്ക് ഇന്റർനെറ്റ് പ്രശ്നമോ എന്തോ കാരണങ്ങൾ കൊണ്ട് മിക്കവാറും ഓർഡർ പോസ്റ്റ് ചെയ്ത് പ്രോഫിറ്റിലായിട്ടും കവർ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. എനിക്കും അത് അനുഭവപ്പെട്ടിരുന്നു. അപ്പോൾ അതൊന്നും നമ്മുടെ പരിധിയിൽ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾക്ക് ഈ തരത്തിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ ഒന്ന് അനലൈസ് ചെയ്ത് ചാർട്ട് അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാം എന്ന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ലാതെ ഏതൊരു ട്രേഡിംഗ് ഡേയിലും സംഭവിക്കാവുന്നതാണ്. ആകെ നമ്മൾക്ക് ചെയ്യാൻ കഴിയുക ഒരു ട്രേഡിൽ എൻ്റർ ആയാൽ അതിന് വ്യക്തമായ ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് കണ്ടെത്തി അത് കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ടാർഗറ്റ് യഥാവിധി സമയത്ത് എക്സിറ്റ് ആവാനും ശ്രമിക്കുക. അപ്പോൾ ഇന്ന് ഇതാണ് ട്രേഡബിൾ ആയിരുന്നു, പ്രോഫിറ്റബിൾ ആയിരുന്നു, പലരും തന്നിരുന്നു. എന്നാൽ ആദ്യത്തെ സമയത്തെ ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ പതിവ് പോലെ ഏറ്റവും രാവിലെ കിട്ടുന്ന, ഏറ്റവും ആദ്യം മാർക്കറ്റ് ഓപ്പൺ ആയാൽ ഉടൻ തന്നെ കിട്ടുന്ന പലരുടെയും പ്രോഫിറ്റ് ബോക്സുകൾ കിട്ടിയിരുന്നില്ല. അവർക്ക് അത്തരത്തിലുള്ള ചില തടസ്സങ്ങൾ നേരിട്ടു എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നൽകിയ പ്രൈസ് മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക്, അതായത് അടുത്ത മാർക്കറ്റ് ദിനത്തിലേക്ക് തിങ്കളാഴ്ച എന്താണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്തായിരിക്കാം എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 26,087 തന്നെയാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 26,258 എന്ന ലെവല് ഒരു റെസിസ്റ്റൻസ് ആയി മാറിയേക്കാം എന്നാണ് എൻ്റെ ചിന്ത. എന്നാൽ ഇന്നത്തെ ലോ രേഖപ്പെടുത്താനായി ഞാൻ 26,151 ഒരു ലെവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പോൾ ഇതൊരു സപ്പോർട്ടായി ഒരുപക്ഷെ പ്രവർത്തിക്കാം. എന്നാൽ അതിന് ആദ്യം കിട്ടാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് എന്ന ലെവലിൽ 26,233 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഈ ഏരിയയിൽ കഴിഞ്ഞ ദിവസം തന്നതുപോലെ തന്നെ ഇന്ന് തന്നതുപോലെ തന്നെ ഈ ഏരിയയിലായിട്ട് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ വാങ്ങാം. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് തീർച്ചയായും നമുക്ക് ലഭിക്കേണ്ടത് ഇന്ന് രേഖപ്പെടുത്തിയ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എന്നാൽ ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്ത് വീണ്ടും കിട്ടിയ ഡിക്ലൈൻ ട്രേഡ് ചെയ്ത് അപ്പോൾ അങ്ങനെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ അത് കിട്ടാൻ ചാൻസ് ഉള്ളൂ. എന്നാൽ വാർത്തകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് മിക്കവാറും പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ടാവുക. എന്നാൽ സ്ട്രോങ് ഒരു വാർത്ത നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ തരത്തിലല്ലാതെ ഈ ലെവലിലോട്ട് കയറി ക്ലോസ് ചെയ്യാനും സാധ്യതയുണ്ട്. ആ തരത്തിൽ ക്ലോസിംഗ് ഒരെണ്ണം ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ തന്നെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാൻ കഴിയും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. അതിന് മുകളിലോട്ട് സഞ്ചരിക്കുകയാണ് പ്രൈസ് എങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 26,326, 342, 381 എന്ന ലെവലുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയേക്കാവുന്ന ഉയരം അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഏതോ അതിനെ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ഇന്നത്തെ ലോയ്ക്ക് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ് ആദ്യം വേണ്ടത്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും 26,087 എന്ന ടാർഗറ്റ് ലഭിച്ചേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അതിന് തൊട്ട് താഴോട്ട് വീണ്ടും ക്ലോസിംഗ് ആണ്, ഫാസ്റ്റ് മൂവിംഗ് ആണ് എങ്കിൽ ഈ ലെവലുകളും ടാർഗറ്റുകളായി 26,033, 25,985, 25,933 എന്ന ടാർഗറ്റുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ലെവൽ 933 ഒരു സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് താഴോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകൾ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയുമാണ് അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള നിഫ്റ്റിയിലെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. ഇത്തരത്തിലൊരു പ്ലാൻ തയ്യാറാക്കിയാലും പ്രൈസ് എവിടെയാണ് ഓപ്പൺ ചെയ്തത് അവിടെ നിന്ന് എന്ത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്ന് അനലൈസ് ചെയ്ത് ആ ഡയറക്ഷനിലേക്കുള്ള ഒരു ട്രേഡ് എടുക്കുകയാണ് ഞാൻ സാധാരണയായി ചെയ്യുന്നത്. ഗ്യാപ്പ് അപ്പ് ഉണ്ടാവാം, ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവാം, ഫ്ലാറ്റ് ഓപ്പണിംഗും ലഭിക്കാം. ഇതൊക്കെയാണല്ലോ ഇത്തരം 3 ഓപ്പണിംഗ് കണ്ടീഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ എവിടെ ഉണ്ടായിരുന്നാലും അത് അവിടെ നിന്നും എങ്ങോട്ട് സഞ്ചരിക്കുന്നു പ്രൈസ് എന്നത് അനലൈസ് ചെയ്ത് എടുക്കുക എന്നതാണ് ഒരു പ്രധാന ഘടകം. ട്രെൻഡ് ഫസ്റ്റിലെ തന്നെ തിരിച്ചറിയുക, ആ ട്രെൻഡിലേക്ക് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അനുവർത്തിച്ചു വരുന്ന ഒരു കാര്യം. നിങ്ങൾക്കും അത് സാധ്യമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മളുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 53,810 എന്ന ലെവലാണ് ഞാൻ ഒരു സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിന് തൊട്ട് താഴെ 53,736 എന്ന മറ്റൊരു മൈനർ സപ്പോർട്ടുമുണ്ട്. അതുപോലെ തന്നെ 54,380 പ്രധാന റെസിസ്റ്റൻസ് ആയി കണക്കാക്കുന്നത്. അതിനു മുകളിൽ 54,460 എന്ന ഉയരം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ഉയരവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ഇതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 54,248, 54,087 എന്നിങ്ങനെയുള്ള ലെവലുകളുമുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതുകൊണ്ടാണ് കൃത്യമായും ഇങ്ങനെ ഒരു സപ്പോർട്ടും ഇങ്ങനെ ഒരു മൈനർ സപ്പോർട്ടും ഒക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇതിന്റെ കണ്ടിന്യൂവേഷൻ എന്ന ലെവലിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ളത് ഈ ലെവൽ ടെസ്റ്റ് ചെയ്ത് നിന്നിട്ടാണ് തരുന്നതെങ്കിൽ ഒന്നുകിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ ഈ ലെവൽ എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ആദ്യമേ ലഭിക്കേണ്ടത് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതിരുന്നാൽ അത്തരത്തിൽ നിന്നുകൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. അതുവരെ രേഖപ്പെടുത്തിയ ഉയരമായിരിക്കും ടാർഗറ്റ്. എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ ഈ ലെവൽ 54,248 എന്നത് ടെസ്റ്റ് ചെയ്തേക്കാം. അങ്ങനെ സിക്സാഗായി പ്രൈസ് വീണ്ടും അപ്പ് ആൻഡ് ഡൗൺ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ഉപയോഗിക്കാൻ കഴിയും.
ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ മാറ്റി വെച്ച് ട്രേഡ് ചെയ്യാൻ കഴിയും. എന്നാൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്ന ഉയരത്തിന് മുകളിലോട്ട് പ്രൈസ് കിടക്കുകയാണെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകൾ എന്ന രീതിക്കാണ് ഞാൻ ഈ ലെവലുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 54,525, 569, 611, 734 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ മാത്രം. അത് ഇപ്പം മൺഡേ ഒറ്റ ദിവസത്തെ മൂവ് കൊണ്ട് അങ്ങനെ സംഭവിച്ചോളണമെന്നില്ല. ഇത്രയും ഫോൾ ആയതുകൊണ്ട് ഇവിടെ ഒരു സെറ്റപ്പ് റെഡിയാക്കിയതിന് ശേഷം മാത്രമേ പ്രൈസ് അത്തരത്തിൽ മൂവ് ചെയ്യാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ ഈ ലെവലിലാണ് പ്രൈസ് ഓപ്പൺ ആവുകയും ഇവിടെ നിന്നാണ് സെല്ലിംഗ് ഡയറക്ഷൻ തരികയും ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ലെവൽ 53,972 എന്ന ലെവലും ഒരു സ്റ്റോപ്പ് ലോസ് ലെവലായി കണക്കാക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതായത് ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് കൺവിക്ഷൻ കിട്ടിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അപ്പോൾ പ്രൈസ് ഡിക്ലൈൻ ആയേക്കും എന്ന് പ്രതീക്ഷിക്കാനുള്ള ഒരു കാര്യം ഈ ലെവലിന് താഴെ 53,736 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ തുടർന്ന് വീണ്ടും പ്രൈസ് ഡൗൺ ആയേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ 53,544, 358, 53,086, 52,847 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. അതിൽ 53,358 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ 53,086 ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വീക്ക് ആകാം എന്നതാണ് ഞാൻ കണക്കാക്കുന്നത്. അടുത്തതായി സെൻസെക്സിൽ എന്തായിരിക്കാം നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിച്ച് നോക്കാം. 85,552 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ 86,293 എന്ന ലെവലാണ് പ്രധാന റെസിസ്റ്റൻസ് ആയി ഞാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനിടയിൽ മൈനർ റെസിസ്റ്റൻസുകളായി 85,784, 896, 982, 86,099 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അതായത് കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ അതായത് 85,896 എന്ന ലെവലിലോട്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈൻ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. അത്തരത്തിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിക്കുകയും 85,982 എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും പുതിയ ഉയരം രേഖപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 86,099, 86,171, 293 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് പിന്നെയും കിട്ടാവുന്ന ഉയരങ്ങളായി ഞാൻ കാണുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇന്നത്തെ ലോയ്ക്ക് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ അതിന് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അല്പം കൂടി വീക്കാണ്, ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാമെന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് 85,269, 85,099, 84,948, 84,830 എന്നിങ്ങനെയുള്ള ലെവലുകൾ. അതിനകത്ത് 84,830 അല്പം സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. എന്നാലും 84,948 എന്ന ലെവലൊക്കെ പ്രൈസിന് അപ്പോഴ് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്യാനുള്ള ഒരു ലെവലുകളൊക്കെയാണ്. അതുകൊണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള ട്രേഡ് ചെയ്യുമ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസുകൾ ഉപയോഗിക്കുക. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻ്റർ ചെയ്ത്
ട്രേഡ് ചെയ്യുകയായിരിക്കാം ഞാൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇതാണ് നമ്മളുടെ 3 ഇൻഡെക്സുകളുടെയും തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഈ ലെവലുകൾ പ്രയോജനകരമാണ് എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സ്ഥിരമായി കാണുന്നവർ ഈ ലെവലുകളുടെ ഗുണം അല്ലെങ്കിൽ ഇവ എങ്ങനെ ഗുണകരമാകുന്നു എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അത്തരത്തിൽ ഇത് പ്രയോജനകരമാകുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം രേഖപ്പെടുത്തണം, നൽകണം, ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്കടിയിൽ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാനുമായി ബന്ധപ്പെടണം, എന്നെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് അതിൽ എൻ്റെ ഫോൺ നമ്പറുണ്ട്. വാട്സപ്പിലൂടെ വോയിസ് മെസ്സേജ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഞാനുമായി കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ തിങ്കളാഴ്ചയും നല്ല മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്